ഹായ് ഹലോ, എല്ലാ കൂട്ടുകാർക്കും സീരീസ് ലേണിംഗ് ജേണിയിലേക്ക് സ്വാഗതം. വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് സീരീസ് ലേണിംഗ് ജേണി. അപ്പൊ നമ്മള് SSLC ഫിസിക്സ് 2025-26 ലെൻസുകൾ എന്ന ചാപ്റ്റർ ആണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് അല്ലെ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ലെൻസുകളെ കുറിച്ചും എത്ര തരമുണ്ടെന്നും അവയുടെ കുറിച്ച് ടേംസും ഒക്കെ നോക്കിക്കഴിഞ്ഞു അല്ലെ. ഇനി നമുക്ക് ലെൻസുകളുടെ പ്രതിബിംബ രൂപീകരണമാണ് നോക്കേണ്ടത്. റേ ഡയഗ്രം ഫോർമേഷൻ ഓഫ് ലെൻസസ്. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഇമേജ് ഫോർമേഷൻ അഥവാ പ്രതിബിംബ രൂപീകരണം പഠിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം. എന്താണെന്ന് ഞാൻ പറയാം. അതായത് ഒന്നാമത്തേത് എന്ന് പറയുന്നത് ഇറക്റ്റ്. എന്താണ് ഇറക്റ്റ്? ഇറക്റ്റ് എന്ന് പറഞ്ഞാൽ നിവർന്നത്, അതായത് നിൽക്കുന്ന, നേരെ നിൽക്കുന്ന, നിവർന്ന് നിൽക്കുന്ന എന്നൊക്കെ നിങ്ങൾ ചോദിച്ചാൽ ഇങ്ങനെ കണ്ടോ, ഇതാണ് എന്ത് ഇറക്റ്റ് എന്ന് പറയുന്നത്. രണ്ടാമത് ഇൻവേർട്ടഡ്. ഇൻവേർട്ടഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻവേർട്ടഡ് തല കുത്തനെ നിൽക്കുന്ന അല്ലെങ്കിൽ തല കീഴായത് എന്നൊക്കെ പറയാം. തല തിരിക്കാവൻ എന്നൊക്കെ പറയത്തില്ലേ, അത് തല കീഴായത്. അതായത് അപ്പൊ ഇമേജ് എങ്ങനെ ഇരിക്കും? ഇങ്ങനെ ഇരിക്കും അല്ലേ. ഇനി അടുത്തതായിട്ട് പറയുന്നത് രണ്ട് ഇമേജസ് ഉണ്ട്. റിയൽ ഇമേജും ഉണ്ട്, വിർച്വൽ ഇമേജും ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് റിയൽ ഇമേജ്, രണ്ടാമത്തേത് വിർച്വൽ ഇമേജ്. റിയൽ ഇമേജ് അഥവാ യഥാർത്ഥ പ്രതിബിംബം, വിർച്വൽ ഇമേജ് അഥവാ മിഥ്യ പ്രതിബിംബം. മിഥ്യയായിട്ടുള്ളതും ഉണ്ട്, യഥാർത്ഥമായിട്ടുള്ള ഇമേജും ഉണ്ട്. എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം? റിയൽ ഇമേജ് എന്ന് പറയുമ്പോൾ ഒന്നുമില്ല, സിമ്പിൾ, നമ്മൾ മനസ്സിലാക്കി വെക്കും. ഇവിടെ ഒരു സ്ക്രീൻ ഇരിപ്പുണ്ട്, സ്ക്രീനാണെന്ന് ഉദ്ദേശിക്കാം. ഇവിടെ ഒരു കോൺവെക്സ് ലെൻസിൽ നിന്നുള്ള പ്രതിബിംബം നമുക്ക് ഈ സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് എന്ത് ഇമേജ് ആണ്? റിയൽ ഇമേജുകളായിരിക്കും. അതേസമയം ഈ സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയുന്നില്ല, കാരണം ഈ സ്ക്രീനിൽ ഒബ്റ്റൈൻഡ് ഇൻ സ്ക്രീൻ, ഇമേജസ് ക്യാൻ ബി ഒബ്റ്റൈൻഡ് ഇൻ സ്ക്രീൻ ആണ് എന്തെന്ന് പറയുന്നത്? റിയൽ ഇമേജ് എന്ന് പറയുന്നത്. അതേസമയം വിർച്വൽ ഇമേജ് എന്ന് പറയുമ്പോൾ സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയില്ല, അതായത് സ്ക്രീനിൽ അതിന്റെ പ്രതിബിംബം ലഭിക്കില്ല. അങ്ങനെയുള്ള ഇമേജസ് ആണ് വിർച്വൽ ഇമേജ് അഥവാ മിഥ്യ പ്രതിബിംബം എന്ന് പറയുന്നത്. എല്ലാ യഥാർത്ഥ പ്രതിബിംബങ്ങളും എങ്ങനെയുള്ളവയായിരിക്കും? തല കീഴായതായിരിക്കും. അതായത് ഓപ്പോസിറ്റ് ചിന്തിച്ചാൽ മതി. റിയൽ ഇമേജ് എന്ന് പറയുമ്പോൾ തല കീഴായതായിരിക്കും. അതായത് ഓൾ റിയൽ ഇമേജസ് ആർ ഇൻവേർട്ടഡ്. ഓൾ റിയൽ ഇമേജസ് ആർ ഇൻവേർട്ടഡ്. അതുപോലെ തന്നെ വിർച്വൽ ഇമേജ് ആണെങ്കിലോ ഓൾ വിർച്വൽ ഇമേജസ് ആർ ഇറക്റ്റ്. അതായത് എല്ലാ മിഥ്യാ പ്രതിബിംബങ്ങളും നിവർന്നതായിരിക്കും. അതായത് ഇത് ഇങ്ങനെ. റിയൽ ഇമേജസ് എങ്ങനെയായിരിക്കും? തലകീഴായി ഇങ്ങനെ ആയിരിക്കും. ഇനി നമുക്ക് കോൺവെക്സ് ലെൻസിലേക്ക് കടക്കാം. ഇതൊരു കോൺവെക്സ് ലെൻസ്. ഇത് എന്ത് തരം ലെൻസ് ആണ്? ഇതൊരു കോൺവെക്സ് ലെൻസ് ആണ് അല്ലെ. ഇതിന്റെ O എന്ന് പറയുന്നത് എന്താണ്? ഒപ്റ്റിക് സെന്റർ അഥവാ പ്രകാശിക കേന്ദ്രം അല്ലെ. F എന്ന് പറയുന്നത് എന്താണ്? പ്രിൻസിപ്പൽ ഫോക്കസ് അല്ലെ. അതായത് O എന്ന് പറയുന്നത് ഒപ്റ്റിക് സെന്റർ, ഒപ്റ്റിക് സെന്റർ. F എന്ന് പറയുന്നതോ പ്രിൻസിപ്പൽ ഫോക്കസ്, പ്രിൻസിപ്പൽ ഫോക്കസ്. ക്യാപിറ്റൽ എഫ് എഴുതി മിസ്റ്റേക്ക് ആയിട്ട് എഴുതി വെക്കരുത്. സ്മോൾ എഫ് എന്ന് എഴുതി വെക്കരുത്. സ്മോൾ എഫ് എന്ന് പറയുന്നത് എന്താണ്? ഫോക്കസ് ദൂരം അഥവാ ഫോക്കൽ ലെങ്ത് ആണ് സ്മോൾ എഫ് എന്ന് പറയുന്നത്. പ്രിൻസിപ്പൽ ഫോക്കസ് അഥവാ മുഖ്യ ഫോക്കസിനെ നമ്മൾ ഏത് ലെറ്റർ കൊണ്ടാണ്? ക്യാപിറ്റൽ എഫ് കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ക്യാപിറ്റൽ എഫ് കൊണ്ട്. ഇവിടെ 2F എന്ന്, ഇതെന്താ ഒരു 2F? ഇത് ഞങ്ങൾക്ക് അറിയില്ലല്ലോ എന്ന് ചിന്തിക്കേണ്ട. 2F എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാവുന്ന ടേം തന്നെയാണ്. സി എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട്, സെന്റർ ഓഫ് കർവേച്ചർ അഥവാ വക്രത കേന്ദ്രം. 2F കൊണ്ട് ഡിനോട്ട് ചെയ്തിരിക്കുന്നത് എന്താണ്? സി അഥവാ സെന്റർ ഓഫ് കർവേച്ചർ അല്ലെങ്കിൽ എന്താണ്? വക്രത കേന്ദ്രം. ഇനി ഞാനൊരു കാര്യം കൂടെ ചോദിക്കട്ടെ. ഈ ഒപ്റ്റിക് സെന്ററിലൂടെ കടന്നു പോയിരിക്കുന്ന ഈ ലൈനിനെ നമ്മൾ എന്തെന്ന് പറയും? ഈ രേഖയെ, ഒപ്റ്റിക് സെന്റർ പ്രകാശിക കേന്ദ്രത്തിലൂടെ കടന്നു പോകുന്ന ഈ രേഖയെ നമ്മൾ എന്തെന്ന് പറയും? എന്തെന്നാണ് പറയുന്നത്?
പ്രകാശിക അക്ഷം അല്ലെ, പ്രകാശിക അക്ഷം അഥവാ ഒപ്റ്റിക് ആക്സിസ്. ഡയഗ്രാം ഫോർമേഷൻ അഥവാ പ്രതിബിംബ രൂപീകരണം എന്ന് പറയുന്നത് നമ്മൾ നല്ലതുപോലെ ശ്രദ്ധിച്ച് മനസ്സിലാക്കി പഠിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ പറഞ്ഞ ടേംസുകളെല്ലാം, ലെൻസിന് റിലേറ്റഡ് ആയിട്ടുള്ള ടേംസുകളെല്ലാം, പദങ്ങളെല്ലാം നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ടല്ലോ അല്ലെ. എന്നിട്ട് വേണം ഇനിയുള്ള പാർട്ടിലേക്ക് കടക്കാനായിട്ട്. അതുപോലെ തന്നെ നമുക്കൊരു 2-3 കേസുകൾ കൂടി നോക്കാം. ഇവിടെ നോക്കിക്കേ, ഒരു റേ ഓഫ് ലൈറ്റ് നമ്മുടെ ഒപ്റ്റിക് ആക്സിസ് അഥവാ പ്രകാശിക അക്ഷത്തിന് പാരലായിട്ട് കടന്നു വരികയാണ്. കണ്ടോ, സമാന്തരമായിട്ട് കടന്നു വന്നു, കണ്ടോ. ഇനി ഈ റേ ഓഫ് ലൈറ്റ് അപവർത്തനത്തിന് ശേഷം ഏതിലേക്കൂടി കടന്നു പോകും? നിങ്ങളൊന്ന് പറഞ്ഞു. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഒരു റേ ഓഫ് ലൈറ്റ് അഥവാ ഒരു പ്രകാശരശ്മി ഒപ്റ്റിക് ആക്സിസിന്, പ്രകാശിക അക്ഷത്തിന് സമാന്തരമായിട്ട് കടന്നു വരണമെങ്കിൽ ഒബ്ജക്റ്റ് അഥവാ വസ്തു എന്ന് പറയുന്നത് എവിടെയായിരിക്കണം? അനന്തതയിലായിരിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ, ഇൻഫിനിറ്റിയിലായിരിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ കേസ് തന്നെ എവിടെ? അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞേ, ഈ സമാന്തരമായിട്ട് പാരലായിട്ട് വരുന്ന ഈ പ്രകാശരശ്മി അപവർത്തനത്തിന് ശേഷം എവിടെ കൂടി കടന്നു പോകും? അപവർത്തനത്തിന് ശേഷം പ്രിൻസിപ്പൽ ഫോക്കസിലൂടെ കടന്നു പോകും അല്ലെ, പ്രിൻസിപ്പൽ ഫോക്കസിലൂടെ കടന്നു പോകും. ഇത് ഒരു കേസ്. ഓക്കെ അല്ലെ. ഇനി ഇവിടെ നോക്കിക്കേ, അടുത്തെന്ന് പറയുന്നത് ഒരു പ്രകാശരശ്മി നേരെ ഒപ്റ്റിക് സെന്ററിലേക്ക് കടന്നു പോവുകയാണ്. അതായത് ഒരു പ്രകാശരശ്മി വരുന്നു, റേ ഓഫ് ലൈറ്റ് വന്ന് ഒപ്റ്റിക് സെന്ററിലേക്ക് കടന്നു പോവുകയാണ്. അപ്പൊ എന്ത് സംഭവിക്കും? നേരെ എങ്ങോട്ടാണ് വരുന്നത്? ഒപ്റ്റിക് സെന്ററിലേക്കാണ് വരുന്നത്. കണ്ടോ, ഒരു റേ ഓഫ് ലൈറ്റ് നേരെ ഒപ്റ്റിക് സെന്ററിലേക്കാണ് വരുന്നത്. അപ്പൊ എന്ത് സംഭവിക്കും? ഒരു മാറ്റവും സംഭവിക്കത്തില്ല. അതായത് ഒരു നോർമലിലൂടെ കടന്നു പോകും, ഒരു നോർമൽ ഗ്ലാസ് ഷീറ്റ് പോലെ. ഇതൊരു നോർമലാണ്, നോർമലിലൂടെ കടന്നു പോകുന്ന ഒരു എഫക്റ്റ് ഉണ്ടാവും. അതായത് ഒപ്റ്റിക് സെന്ററിലൂടെ കടന്നു പോകുമ്പോൾ യാതൊരു വ്യത്യാസവും സംഭവിക്കത്തില്ല. ആ വന്ന ലൈറ്റ് അതുപോലെ അങ്ങ് കടന്നു പോകും. മനസ്സിലായോ? ആ ഒപ്റ്റിക് സെന്ററിലൂടെ വന്ന ലൈറ്റ് അതിന്റെ ലൈറ്റിന്റെ ആ വെയിറ്റ് ഒരു ഡീവിയേഷനോ ഒന്നും തന്നെ സംഭവിക്കുകയില്ല. ഒപ്റ്റിക് സെന്ററിലൂടെ കടന്നു പോയാൽ എന്ത് സംഭവിക്കും? അതുപോലെ അതങ്ങ് കടന്നു പോവുകയേ ഉള്ളൂ. ഇത് രണ്ടാമത്തെ കേസ്. ഓക്കെ അല്ലേ. ഇനി നോക്കിക്കേ, ഒരു റേ ഓഫ് ലൈറ്റ് ഫോക്കസിലൂടെ, പ്രിൻസിപ്പൽ ഫോക്കസ് അഥവാ മുഖ്യ ഫോക്കസിലൂടെ കടന്നു പോവുകയാണ്. നോക്കിക്കേ, ഒരു റേ ഓഫ് ലൈറ്റ് പ്രിൻസിപ്പൽ ഫോക്കസിലൂടെ കടന്നു പോവുകയാണ്. കണ്ടോ, പ്രകാശരശ്മി മുഖ്യ ഫോക്കസിലൂടെ കടന്നു വരുന്നു. അപ്പൊ എന്ത് സംഭവിക്കും? നമ്മൾ ഫസ്റ്റ് കേസിൽ പറഞ്ഞു, സമാന്തരമായിട്ടൊരു പ്രകാശരശ്മി കടന്നു വന്നാൽ അത് അപവർത്തനത്തിന് ശേഷം മുഖ്യ ഫോക്കസിലൂടെ കടന്നു പോകുമെന്ന് പറഞ്ഞു അല്ലെ, പ്രിൻസിപ്പൽ ഫോക്കസിലൂടെ കടന്നു പോകുമെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ പ്രിൻസിപ്പൽ ഫോക്കസിലൂടെ കടന്നു വരികയാണെങ്കിൽ എന്ത് സംഭവിക്കും? അപവർത്തനത്തിന് ശേഷം അത് സമാന്തരമായിട്ട് കടന്നു പോകും അല്ലെ, അപവർത്തനത്തിന് ശേഷം സമാന്തരമായിട്ട് കടന്നു പോകും. ഇത് മൂന്നാമത്തെ കേസ്. ഈ 3 കേസസും നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇത് വെച്ചിട്ട് വേണം നമുക്കിനി റേ ഡയഗ്രാം അഥവാ പ്രതിബിംബ രൂപീകരണം ചെയ്യേണ്ടത്. ഇത് വെച്ചിട്ട് വേണം നമുക്ക് റേ ഡയഗ്രാം വരയ്ക്കാനായിട്ട് പഠിക്കേണ്ടത്. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും പറഞ്ഞതെല്ലാം നിങ്ങൾക്ക് ഓക്കെ അല്ലേ? ഇനി പറയാൻ പോകുന്ന കാര്യം കൂടെ വളരെ ശ്രദ്ധാപൂർവം കേൾക്കണം. അതായത് നമ്മൾ ഇമേജ് ഫോം ചെയ്യുമ്പോൾ അത് റൈറ്റ് സൈഡിലാണ്. ഇതിപ്പോ നമുക്ക് റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് എന്ന് ഇതാക്കാം. അപ്പൊ റൈറ്റ് സൈഡിലാണ് ഇമേജ് ഫോം ചെയ്യുന്നതെങ്കിൽ അത് റിയൽ ഇമേജസ് ആയിരിക്കും. അതായത് ആർ എന്ന് വിചാരിച്ചാൽ മതി. അതായത് റൈറ്റിലാണെങ്കിൽ റിയൽ ആയിരിക്കും. റൈറ്റിലാണെങ്കിൽ റിയൽ ഇമേജസ് ആയിരിക്കും. റിയൽ ഇമേജസ് എന്ന് പറയുമ്പോൾ അത് എങ്ങനെയായിരിക്കും? ഓപ്പോസിറ്റ്, തല കീഴായിട്ടുള്ളതായിരിക്കും അല്ലെ, അതായത് ഇൻവേർട്ടഡ് ഇമേജസ് ആയിരിക്കും അല്ലെ. എന്ത് ഇമേജസ് ആയിരിക്കും? ഇൻവേർട്ടഡ് ആയിരിക്കും. അത് തല കീഴായിട്ടുള്ളതായിരിക്കും. അപ്പൊ അത് മനസ്സിലായല്ലോ. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലാണ് ഇമേജ് ഫോം ചെയ്യുന്നതെങ്കിൽ LV എന്നോർത്ത് വെക്കുക. അതായത് ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ അത് വിർച്വൽ ഇമേജ് ആയിരിക്കും. LV ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ അത് വിർച്വൽ ഇമേജ് അഥവാ മിഥ്യാപ്രതിബിംബം ആയിരിക്കും. മിഥ്യാപ്രതിബിംബം എങ്ങനെയായിരിക്കും? നിവർന്നതായിരിക്കും അല്ലെ, ഇറക്റ്റ് ആയിരിക്കും. അപ്പൊ നമുക്ക് ഫസ്റ്റ് റേ ഡയഗ്രത്തിലേക്ക് കിടക്കാം. ഓക്കെ അല്ലേ? അപ്പൊ ഫസ്റ്റ് റേ ഡയഗ്രം എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് അറ്റ് ഇൻഫിനിറ്റി
അതായത് ഒബ്ജക്റ്റ് വസ്തു എവിടെയാണ്? അനന്തതയിലാണ്. വസ്തു അനന്തതയിലാണെങ്കിൽ, ഒബ്ജക്റ്റ് അറ്റ് ഇൻഫിനിറ്റി ആണെങ്കിൽ പ്രകാശരശ്മികൾ എങ്ങനെ കടന്നു വരും? ലൈറ്റ് റേസ് സമാന്തരമായിട്ടായിരിക്കും കടന്നു വരുന്നത് അല്ലേ? ഇങ്ങനെ. എന്റെ പാരലൽ ലൈനാണെങ്കിൽ ചിലപ്പോ നിങ്ങൾക്ക് കുറച്ച് വരച്ചതായിട്ടൊക്കെ തോന്നാം കേട്ടോ. അപ്പോ ബോർഡിലിരുന്നതിന്റെ ആ ഒരു ഇത് പാരലൽ ലൈൻ ആണെന്നുള്ളത് നിങ്ങൾ ധരിച്ചോളൂ. ഓക്കെ, ചിലപ്പോ നിങ്ങൾക്ക് അങ്ങനെയല്ലല്ലോ എന്നൊക്കെ തോന്നാം. ഓക്കെ, ഞാൻ വരയ്ക്കണേൽ ഇച്ചിരി ഒരു പുറകോട്ടാണ്. ഓക്കെ, അപ്പൊ നമ്മള് പോയിന്റ് ചെയ്ത് പോകണ്ട. എങ്ങനെയാണ്? ഒബ്ജക്റ്റ് അറ്റ് ഇൻഫിനിറ്റി എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും വരുന്നത്? പ്രകാശരശ്മികൾ സമാന്തരമായിട്ടായിരിക്കും കടന്നു വരുന്നത് അല്ലെ? അങ്ങനെ സമാന്തരമായിട്ടാണ്, പാരലായിട്ടാണ് കടന്നു വരുന്ന പ്രകാശരശ്മികൾ അപവർത്തനത്തിന് ശേഷം ഇതിലെ കൂടി കടന്നു പോകും. എവിടെ കൂട്ടിമുട്ടും? ഒരു പോയിന്റിൽ കൂടിച്ചേർത്തല്. അത് എവിടെയാണ് ഈ കൂട്ടിമുട്ടുമ്പോഴാണ് ഇമേജ് ഫോം ചെയ്യുന്നത് അല്ലെ? കൂട്ടിമുട്ടുന്ന ഭാഗത്താണ് ഇമേജ് ഫോം ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ ഈ പാരലൽ ലൈൻസ് എവിടെ കൂട്ടിമുട്ടും? പ്രിൻസിപ്പൽ ഫോക്കസിൽ കൂട്ടിമുട്ടും അല്ലെ? മുഖ്യ ഫോക്കസിൽ കൂട്ടിമുട്ടും. നോക്കിക്കേ, അപവർത്തനത്തിന് ശേഷം അത് പ്രിൻസിപ്പൽ ഫോക്കസിൽ കൂട്ടിമുട്ടും. കണ്ടോ? അപ്പൊ ഈ കൂടിച്ചേരുന്ന ഈ കൂട്ടിമുട്ടുന്ന ഈ പോയിന്റ് കണ്ടില്ലേ? ഇവിടെ ആയിരിക്കും എന്ത്? ഇമേജ് ഫോം ചെയ്യുന്നത്. അതായത് ഈ കൂടിച്ചേരുന്ന പോയിന്റില്ലേ, ഇവിടെ ആയിരിക്കും ഇമേജ് ഫോം ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഏത് സൈഡിലാണ് ഇമേജ് ഫോം ചെയ്തത്? റൈറ്റ് സൈഡിലാണ് ഇമേജ് ഫോം ചെയ്യുന്നത് അല്ലെ? റൈറ്റ് സൈഡിലാണെങ്കിൽ ആ ഇമേജ് എങ്ങനെയുള്ളതായിരിക്കും എന്ന് ഞാൻ പറഞ്ഞു. റൈറ്റ് സൈഡിലാണെങ്കിൽ റൈറ്റ് സൈഡിലാണെങ്കിൽ റിയൽ ഇമേജസ് ആയിരിക്കും. എന്താണ്? റിയൽ ഇമേജസ് ആയിരിക്കും. റിയൽ ഇമേജസ് ആർ ഓൾവേസ് എന്തായിരിക്കും എന്ന് ഞാൻ പറഞ്ഞു. റിയൽ ഇമേജസ് എപ്പോഴും തലകീഴായിട്ടുള്ളതായിരിക്കും. ഇച്ചിരി തല തിരിഞ്ഞവനാണ് എന്തെന്ന് പറയുന്നത്? റിയൽ ഇമേജസ് എന്ന് പറയുന്നത്. അതായത് അപ്പോ റിയൽ ഇമേജസ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ഇൻവേർട്ടഡ് ആയിരിക്കും അല്ലെ? ഇൻവേർട്ടഡ് അഥവാ തല കീഴായതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ നോക്കി നമുക്ക് കാണാൻ കഴിയുന്നുണ്ടോ? ആ ഇമേജ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ടോ? ഇല്ലല്ലേ? കാരണം വളരെ ചെറുതാണ് അല്ലെ? വളരെ നമുക്ക് വെരി സ്മോൾ അല്ലെങ്കിൽ ഡിമിനിഷ് എന്ന വാക്ക് ഉപയോഗിക്കാം. എങ്ങനെയായിരിക്കും ആ ഇമേജ്? ഡിമിനിഷ്ഡ് ആയിരിക്കും. നിങ്ങൾ ഈ റേ ഡയഗ്രാം വരയ്ക്കാൻ മാത്രം ചോദിക്കുമെന്ന് കരുതി ഇത് വിട്ടേക്കരുത്. എങ്ങനെ ആയിരിക്കും? അതിന്റെ സവിശേഷതകൾ ചോദിക്കും. അതായത് ഒബ്ജക്റ്റ് അറ്റ് ഇൻഫിനിറ്റിയിലായിരിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രതിബിംബത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് ചോദിക്കാം. അപ്പൊ നമുക്ക് ഇത് പറയണം. അതുകൊണ്ടാണ് ഞാൻ ഇത് ഇത്രയും മനസ്സിലാക്കി വെക്കണമെന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം. റേ ഡയഗ്രാം വരയ്ക്കാനായിട്ട് ചോദിക്കാം. ഓക്കെ, സബ് ക്വസ്റ്റ്യൻ ആയിട്ട് ഇങ്ങനെയൊക്കെ ചോദിക്കാം. അല്ലെങ്കിൽ ഫില്ലപ്പിലോ 1 മാർക്ക് ക്വസ്റ്റ്യനോ ഒക്കെ ഇങ്ങനെ ഒബ്ജക്റ്റ് അറ്റ് ഇൻഫിനിറ്റിയിലുള്ള ഒരു ഇമേജ് എന്ത് റിയൽ ആണോ മിഥ്യയാണോ അങ്ങനെ ചോദിക്കാം. റിയൽ ആണോ ഓർ വിർച്വൽ ആണോ അങ്ങനെയൊക്കെ ചോദിക്കാം. ഏത് തരത്തിൽ വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് വരാനായിട്ട് സാധ്യതയുള്ള ഒരു ഏരിയ ആണ് റേ ഡയഗ്രത്തിന്റെ ഏരിയ. അത് എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാം. പൂരിപ്പിക്കുക ചോദിക്കാം, മാച്ച് ദ ഫോളോയിങ് ചോദിക്കാം, നെയിം ദ ഫോളോയിങ് ചോദിക്കാം, അങ്ങനെ എല്ലാം ചോദിക്കാം. അതുകൊണ്ട് നിങ്ങൾ ഇത് ഇത്രയും കറക്റ്റ് ആയിട്ട് തന്നെ അറിയണം. അപ്പൊ ഇത് മനസ്സിലായില്ലേ? ഒബ്ജക്റ്റ് അറ്റ് ഇൻഫിനിറ്റി അനന്തതയിലായിരിക്കുമ്പോഴുള്ള പ്രതിബിംബ രൂപീകരണം കണ്ടല്ലോ, പഠിച്ചല്ലോ. ഒരൊറ്റ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഇതെല്ലാം കൂടെ പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചൊരു മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നും. അതുകൊണ്ട് നമുക്ക് ഇവിടെ വെച്ച് ഇത് നിർത്താം, വൈൻഡപ്പ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ ഇതിന്റെ ബാക്കി കേസസ് നമുക്ക് പഠിക്കാം. ബാക്കി റേ ഡയഗ്രാംസ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പഠിക്കാം. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ ബൈ. പോലെ ഞാൻ പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ എന്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ അല്ലേ? Bye bye.